എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ പിച്ചിൽ റണ്ണുകളുടെ ഒരു മഹാസംഹാര താണ്ഡവത്തിനാണ് നാം സാക്ഷ്യം വഹിച്ചത്. പഞ്ചാബ് കിങ്സ് നായകൻ ശ്രേയസ് അയ്യർ ടോസ് നേടി ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ഹൈദരാബാദിന്റെ ഓപ്പണിംഗ് ബാറ്റർമാർ മിയാപൂരിലെ ഈ മൈതാനത്ത് വാങ്കഡയെ അനുസ്മരിപ്പിക്കുന്ന വിനാശകരമായ ബാറ്റിംഗ് കെട്ടഴിച്ചുവിടുന്നെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അർഷ്ദീപ് സിംഗിന്റെ കൈകളിലായിരുന്നു ഇന്നിംഗ്സിന്റെ തുടക്കം. എന്നാൽ രണ്ടാമത്തെ പന്തിൽ തന്നെ അർഷ്ദീപിന്റെ ലെങ്ത് മനസ്സിലാക്കിയ അഭിഷേക് ശർമ്മ ക്രീസിന്റെ ആഴം മുതലെടുത്ത് ഒരു കൂറ്റൻ ഷോട്ട് പായിച്ചു. അത് തന്റെ മാത്രമല്ല, സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെയും അക്കൗണ്ട് അതിഗംഭീരമായി തുറന്നു. പിന്നീട് മൈതാനത്ത് ഫോറുകളുടെയും സിക്സറുകളുടെയും പെരുമഴയായിരുന്നു. രണ്ടാമത്തെ ഓവർ എറിയാനെത്തിയ മാർക്കോ ജാൻസനെ അഭിഷേക് ശരിക്കും റിമാൻഡിലെടുത്തു. ആദ്യ പന്തിൽ തന്നെ ലോങ് ഓഫിന് മുകളിലൂടെ ഒരു സിക്സർ, അടുത്ത പന്തിൽ പുൾ ഷോട്ടിലൂടെ ഒരു ബൗണ്ടറി, നാലാമത്തെ പന്തിൽ തലയ്ക്ക് മുകളിലൂടെ സ്ട്രെയിറ്റായി മറ്റൊരു സിക്സർ പറത്തി ജാൻസനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. വെറും 13 പന്തിൽ 35 റൺസിലെത്തിയ അഭിഷേകിന്റെ ബാറ്റിംഗിൽ ആ ഭയമില്ലാത്ത ശൈലി പ്രകടമായിരുന്നു. അതിൽ 2 ഫോറുകളും ആകാശം മുട്ടുന്ന 4 സിക്സറുകളും ഉൾപ്പെടുന്നു. എന്നിരുന്നാലും നാലാമത്തെ ഓവറിൽ ലോക്കി ഫെർഗൂസൻ അഭിഷേകിനെ ശ്രേയസ് അയ്യരുടെ കൈകളിലെത്തിച്ച് പഞ്ചാബിന് ആദ്യത്തെ നിർണായക വിക്കറ്റ് നേടിക്കൊടുത്തു. അപ്പോഴേക്കും സ്കോർ ബോർഡിൽ തീപ്പൊരി പാറിത്തുടങ്ങിയിരുന്നു. ഹെഡും അഭിഷേകും തമ്മിലുള്ള 50 റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൂർത്തിയായിരുന്നു. മിയാപൂരിലെ മൈതാനത്ത് അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് വീണപ്പോൾ പഞ്ചാബ് കിങ്സ് മത്സരത്തിലേക്ക് തിരിച്ചുവരുമെന്ന് തോന്നി. എന്നാൽ ട്രാവിസ് ഹെഡിന്റെ ലക്ഷ്യങ്ങൾ മറ്റൊന്നായിരുന്നു. ക്രീസിലെത്തിയ പാടെ അദ്ദേഹം കടിഞ്ഞാണ് ഏറ്റെടുത്തു. അർഷ്ദീപ് സിംഗിന്റെ ഓവറിൽ അദ്ദേഹം സൃഷ്ടിച്ച നാശം കണ്ടേണ്ടത് തന്നെയായിരുന്നു. തന്റെ ലോകോത്തര ക്ലാസ് പ്രകടിപ്പിച്ചുകൊണ്ട് ഹെഡ് അർഷ്ദീപിന്റെ തുടർച്ചയായ 2 പന്തുകളെ സ്റ്റാൻസിലേക്ക് പറത്തി 6 റൺസ് വീതം നേടി. അടുത്ത പന്തിൽ തന്നെ ഒരു തകർപ്പൻ ബൗണ്ടറി പായിച്ച് എന്തുകൊണ്ടാണ് ലോകം തന്നെ ഇന്നത്തെ ഏറ്റവും സ്ഫോടനാത്മകവും ഭയപ്പെടുത്തുന്നതുമായ ഓപ്പണിംഗ് ബാറ്ററായി കണക്കാക്കുന്നത് എന്ന് അദ്ദേഹം തെളിയിച്ചു. ഏത് ബൌളിംഗ് ആക്രമണത്തെയും ഛിന്ന ഭിന്നമാക്കാൻ പോന്ന നിർഭയതയായിരുന്നു ഹെഡിന്റെ ബാറ്റിംഗിൽ നിറഞ്ഞുനിന്നത്. ഇന്നിംഗ്സിന്റെ 6ാമത്തെ ഓവറിൽ പഞ്ചാബ് നായകൻ തന്റെ ഏറ്റവും വിശ്വസ്തനായ ഫാസ്റ്റ് ബൌളർ ലോക്കി ഫെർഗൂസനെ തിരികെ കൊണ്ടുവന്നപ്പോൾ ഒരു കൂറ്റൻ സിക്സറോടെയാണ് അദ്ദേഹം അതിനെ വരവേറ്റത്. പന്തിന്റെ വേഗത അതിവിദഗ്ധമായി ഉപയോഗിച്ച് അദ്ദേഹം മിഡ് വിക്കറ്റിന് മുകളിലൂടെ അതിനെ അതിർത്തി കടത്തി. എന്നാൽ ക്രിക്കറ്റ് അനിശ്ചിതത്വങ്ങളുടെ കളിയാണല്ലോ. 7ാമത്തെ ഓവറിൽ സ്പിൻ മാന്ത്രികൻ യുഷ്വേന്ദ്ര ചാഹൽ പന്തെറിയാനെത്തിയപ്പോൾ കളിയുടെ ഗതി തന്നെ മാറി. തന്റെ തന്ത്രം പുറത്തെടുത്ത ചാഹൽ അതിമനോഹരമായ ഒരു ഗൂഗ്ലി എറിഞ്ഞു. ട്രാവിസ് ഹെഡ് അതിൽ പൂർണ്ണമായും വഞ്ചിതനായി പന്ത് വായുവിലേക്ക് ഉയർത്തിയടിച്ചു. ലോങ് ഓണിൽ നിന്നിരുന്ന മാർക്കോ ജാൻസൺ അനായാസം ക്യാച്ചെടുത്ത് ട്രാവിസ് ഹെഡിന്റെ 38 റൺസിന്റെ തുഫാൻ ഇന്നിംഗ്സിന് അന്ത്യം കുറിച്ചു. തുടർന്നുള്ള ഓവറുകളിൽ പഞ്ചാബ് ഫീൽഡർമാരെ ഗ്രൗണ്ടിന്റെ നാനാഭാഗത്തേക്കും ഓടിക്കാനും വിയർപ്പൊഴുക്കാനും നിർബന്ധിതരാക്കിയത് ഇവരാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഇന്നിംഗ്സ് അതിന്റെ മധ്യഘട്ടത്തിലേക്ക് കടന്നപ്പോൾ 9ാമത്തെ ഓവറിൽ കളിയുടെ ഗതി തന്നെ മാറ്റിയ ഒരു സംഭവമുണ്ടായി. തന്റെ തന്ത്രാത്മക സ്പിന്നിന് പേരുകേട്ട യുഷ്വേന്ദ്ര ചാഹൽ വീണ്ടും പന്തെറിയാനെത്തി. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിനു മുന്നിലുണ്ടായിരുന്നത് ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം ഹെൻറിച്ച് ക്ലാസനായിരുന്നു. ഇന്നത്തെ കാലത്ത് സ്പിൻ ബൌളിംഗിന്റെ ഏറ്റവും വലിയ അന്തകനായി കണക്കാക്കപ്പെടുന്നത് ക്ലാസനെയാണ്. ചഹലിന്റെ ആദ്യ ഫ്ലൈറ്റഡ് പന്തിനെ കാത്തുനിന്ന ക്ലാസൻ തന്റെ കരുത്തുള്ള കൈകളുടെ ബലത്തിൽ മിഡ് വിക്കറ്റിന് മുകളിലൂടെ 105 മീറ്റർ നീളമുള്ള അതിവിശാലമായൊരു സിക്സർ പറത്തി അത് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയെ തൊട്ടുരുമി. ആ ഷോട്ടിന്റെ അലയൊലികൾ അടങ്ങും മുൻപ് തന്നെ അടുത്ത പന്തിലും പഞ്ചാബിന് നിർഭാഗ്യം വേട്ടയാടി. ക്ലാസൻ വീണ്ടും വായുവിലേക്ക് ഉയർത്തിയടിച്ച പന്ത് നേരെ ശശാങ്ക് സിംഗിന്റെ അടുത്തേക്കായിരുന്നു. എന്നാൽ പഞ്ചാബിന്റെ മോശം ഫീൽഡിംഗിന്റെ മറ്റൊരു ലജ്ജാകരമായ ഉദാഹരണം അവിടെ കണ്ടു. ശശാങ്ക് വളരെ ലളിതമായ ആ ക്യാച്ച് നിലത്തിട്ടു. ഒരേ ഓവറിൽ സിക്സർ വഴങ്ങുകയും പിന്നീട് ജീവൻദാനം നൽകുകയും ചെയ്തതോടെ ചഹലിന്റെ മുഖത്ത് നിരാശ പ്രകടമായി. അദ്ദേഹം പിച്ചിൽ തന്നെ ഇരുന്നുപോയി. പഞ്ചാബ് ടീമിന്റെ മനോവീര്യം പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. ഈ ജീവൻദാനങ്ങൾ ഹൈദരാബാദിനെ 230ലേക്ക് എത്തുമെന്നത് വെറുമൊരു ഔപചാരികത മാത്രമായ ഒരു സുവർണപാതയിൽ എത്തിച്ചു. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വാസ്തവ സ്ഫോടനാത്മക ബാറ്റിംഗ് വിസ്മയം 11ാമത്തെ ഓവറോടെയാണ് അതിന്റെ പാരമ്യത്തിലെത്തിയത്. പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തന്ത്രാത്മക മാറ്റം വരുത്തി വിജയ്കുമാർ വൈശാഖിനെ ബൌളിംഗിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഈ തീരുമാനം അവർക്ക് തന്നെ വിനയായി. ക്രീസിലുണ്ടായിരുന്ന നായകൻ ഇഷാൻ കിഷൻ വൈശാഖിന്റെ പന്തുകളെ നിർദ്ദയം പ്രഹരിക്കാൻ തുടങ്ങി. ഇഷാൻ തന്റെ കായികക്ഷമത മാത്രമല്ല, അന്ന് ചഹലിന്റെ മോശം ഫീൽഡിംഗിന്റെ ആനുകൂല്യവും പരമാവധി മുതലെടുത്തു. അദ്ദേഹം ഗ്യാപ്പിലൂടെ നേടിയ മനോഹരമായ ബൗണ്ടറി ബൌളറുടെ ആത്മവിശ്വാസം പാടെ തകർത്തു. ഓവറുകൾ പിന്നിടുന്തോറും ഈ റൺ മഴ ഒരു സുനാമിയായി രൂപാന്തരപ്പെട്ടു. 13ാമത്തെ ഓവറിൽ ഇഷാൻ കിഷനും ഹെൻറിച്ച് ക്ലാസിനും തമ്മിലുള്ള അപാര ധാരണയുടെയും കൃത്യതയുടെയും ആക്രമണോത്സാഹത്തിന്റെയും ഫലമായി 50 റൺസിന്റെ അഭേദ്യ കൂട്ടുകെട്ട് പിറന്നു. ഇത് ഹൈദരാബാദിനെ പഞ്ചാബിന് തിരിച്ചുവരവ് അസാധ്യമായ വിധത്തിൽ ശക്തമായ നിലയിലെത്തിച്ചു. ഇന്നിംഗ്സിന്റെ 14ാമത്തെ ഓവർ യുവ ബൌളർ വിജയ്കുമാർ വൈശാഖിനെ സംബന്ധിച്ചിടത്തോളം രോമാഞ്ചമുണ്ടാക്കുന്നതും ഒരിക്കലും അവസാനിക്കാത്തതുമായ ഒരു ദുസ്വപ്നമായി മാറി. ഇഷാൻ ഏതോ അമാനുഷിക ശക്തി ആവാഹിച്ചതുപോലെയാണ് ബാറ്റ് വീശിയത്.
ഈ ഓവറിൽ അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം വൈശാഖ് മാത്രമായിരുന്നു. കിഷൻ അവിടെ തുടർ സിക്സറുകൾ പറത്തി സ്റ്റേഡിയത്തെ ആവേശത്തിലാക്കി. ആ ചരിത്രഹാരിക ഹാട്രിക് പൂർത്തിയാക്കി. ഓവറിലെ ആദ്യ പന്തിൽ തന്നെ സർവ്വശക്തിയുമെടുത്ത് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗ് സ്റ്റാൻസിലേക്ക് പറത്തി അദ്ദേഹം സിക്സർ നേടി. സമ്മർദ്ദത്തിലായ വൈശാഖ് അടുത്ത പന്തും സ്ലോട്ടിലെറിഞ്ഞു. ഇഷാൻ തന്റെ ബാറ്റിന്റെ മുഖം തുറന്ന് 92 മീറ്റർ ദൂരത്തിൽ ലോങ് ഓണിനു മുകളിലൂടെ മറ്റൊരു കൂറ്റൻ സിക്സർ കൂടി പായിച്ചു. റൺസ് ദാഹിക്കുന്ന അദ്ദേഹത്തിന്റെ ബാറ്റ് അവിടെ നിന്നില്ല. മൂന്നാമത്തെ പന്തിലും അതേ ദിശയിൽ അതിഗംഭീരമായ ഒരു സിക്സർ പറത്തി ഇഷാൻ വെറും 31 പന്തിൽ തന്റെ തകർപ്പൻ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. ഈ തുടർച്ചയായ ആക്രമണത്തിൽ സ്തബ്ധനായ വൈശാഖ് പരിഭ്രാന്തിയോടെ അടുത്ത പന്തിൽ ലെഗ് സൈഡിൽ ഒരു വൈഡായി എറിഞ്ഞു. എന്നാൽ ഭാഗ്യം പൂർണ്ണമായും ഹൈദരാബാദിനൊപ്പമായിരുന്നു. ആ വൈഡ് പന്തിൽ സ്ട്രൈക്ക് ലഭിച്ച ഹെൻറിച്ച് ക്ലാസൻ തന്റെ രാക്ഷസീയമായ കരുത്ത് പ്രകടിപ്പിച്ചു. ആ ഷോട്ട് പന്തിൽ ഒരു റോക്കറ്റിന്റെ വേഗതയുള്ള അവിശ്വസനീയമായ ഫ്ലാറ്റ് സിക്സറാണ് അദ്ദേഹം പായിച്ചത്. ഈ ഒറ്റ ഓവർ പഞ്ചാബ് കിങ്സിന്റെ ബൌളിംഗ് നിരയുടെ നട്ടെല്ലൊടിച്ചു. സ്റ്റേഡിയത്തിന്റെ എല്ലാ കോണിലും ഓറഞ്ച് ആർമിയുടെ ഗർജനം മുഴങ്ങി. IPL 2026ന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സ്ഫോടനാത്മക ബാറ്റിംഗ് പ്രകടനത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു ആ കാണികൾ. ഹൈദരാബാദിലെ നവാബുമാർ പഞ്ചാബിന്റെ പ്രതിരോധം പൂർണ്ണമായും തകർത്തതിനാൽ അവർക്ക് രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ലായിരുന്നു. ഈ കൂട്ടുകെട്ട് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം മാരകമായി മാറുന്നതാണ് 15ാം ഓവറിലെ 4ാമത്തെ പന്തിൽ അർഷ്ദീപ് സിംഗ് തന്റെ ബുദ്ധിസാമർഥ്യം പ്രകടിപ്പിച്ചത്. അർഷ്ദീപ് വേഗത കുറഞ്ഞ ഷോർട്ട് പിച്ച് പന്തെറിഞ്ഞു. അതിൽ കബളിപ്പിക്കപ്പെട്ട ഇഷാൻ പുൾ ഷോട്ടിന് ശ്രമിച്ചു. പന്ത് വായുവിലേക്ക് ഉയർത്തിയടിച്ചു. ഡീപ് മിഡ് വിക്കറ്റിൽ ജാഗ്രതയോടെ നിന്നിരുന്ന സൂര്യൻ ഷെഡ്ഗെ യാതൊരു തെറ്റും വരുത്താതെ മികച്ച ക്യാച്ചെടുത്ത് ഇഷാന്റെ ആ സ്ഫോടനാത്മക ഇന്നിംഗ്സിന് തിരശ്ശീല വീഴ്ത്തി. നായകൻ പുറത്തായതോടെ മിയാപൂർ മൈതാനത്ത് ആഞ്ഞടിച്ച ആ കൊടുങ്കാറ്റിന് അല്പസമയത്തേക്ക് ശമനമുണ്ടായി. എന്നാൽ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തിയാക്കിയിരുന്നു. 15 ഓവറുകൾ പിന്നിടുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ സ്കോർ ബോർഡിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 274 എന്ന അമ്പരപ്പിക്കുന്നതും ഏതാണ്ട് അസാധ്യവുമായ സ്കോർ തെളിഞ്ഞിരുന്നു. ഹെൻറിച്ച് ക്ലാസൻ അപ്പോൾ 25 പന്തിൽ 37 റൺസുമായി അങ്കദിന്റെ കാൽ പോലെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം യുവതാരം നിതീഷ് കുമാർ റെഡ്ഡിയും പോരാട്ടത്തിനായി തയ്യാറെടുത്തു. ഹൈദരാബാദിന്റെ അന്നത്തെ റൺ റേറ്റ് 11.6 ആയിരുന്നു. ഈ ഫ്ളാറ്റ് പിച്ചിൽ ഇത് പഞ്ചാബ് ബൌളർമാരുടെ മനോവീര്യം പാടെ തകർത്തു. അഷ്ദീപും ചഹലും ഇടവിട്ട് വിക്കറ്റുകൾ വീഴ്ത്തി തിരിച്ചുവരാൻ ശ്രമിച്ചെങ്കിലും 230-240 എന്ന സ്കോറിലേക്ക് അനായാസം എത്താൻ കഴിയുന്ന ഒരു ശക്തമായ അടിത്തറ ഹൈദരാബാദ് അപ്പോഴേക്കും പടുത്തുയർത്തിയിരുന്നു. 16ാമത്തെ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി മാർക്കോ ജാൻസനെതിരെ തന്റെ നയം വ്യക്തമാക്കി. റൗണ്ട് ദ വിക്കറ്റിൽ വന്ന ജാൻസൺ തന്ത്രാത്മകമായ ഒരു സ്ലോ ഷോട്ട് ഓഫ് ലെങ്ത് പന്തെറിഞ്ഞു. എന്നാൽ നിതീഷ് ഏത് കെണിയിലും വീഴാൻ തയ്യാറായിരുന്നില്ല. വളരെ മനോഹരമായി മികച്ച സാങ്കേതിക തികവോടുകൂടി ഒരു തകർപ്പൻ പുൾ ഷോട്ട് കളിച്ച് പന്തിനെ ഡീപ് സ്ക്വയർ ലെഗ് ബൌണ്ടറിക്ക് മുകളിലൂടെ 6 റൺസിനായി പറത്തി. ഇതേ ഓവറിലെ 3ാമത്തെ പന്തിൽ ഹെൻറിച്ച് ക്ലാസൻ തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. ജാൻസന്റെ ഒരു ഫുൾ ലെൻത് സീമ പന്തിനെ മുൻകാൽ മാറ്റിവെച്ച് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ക്ലാസൻ അടിച്ചകറ്റിയത് സ്റ്റേഡിയത്തിന്റെ അവസാന നിലയിലോളം എത്തിച്ചു. 17ാമത്തെ ഓവറിൽ വീണ്ടും പന്തെറിയാനെത്തിയത് യുഷ്വേന്ദ്ര ചഹലാണ്. മുൻപ് 11 പന്തുകളായി ബൌണ്ടറികളൊന്നും ലഭിക്കാത്തതിനാൽ ഹൈദരാബാദ് ക്യാമ്പിൽ നേരിയ ആശങ്കയുണ്ടായിരുന്നു. ഈ വരൾച്ച മാറ്റാനുള്ള ചുമതല നിതീഷ് കുമാർ റെഡ്ഡി ഏറ്റെടുത്തു. ചഹലിന്റെ സ്പിന്നിനെ വളരെ ബുദ്ധിപൂർവ്വം നേരിട്ട നിതീഷ് പന്തിന്റെ ഗതി മനസ്സിലാക്കി അതിമനോഹരമായ ഒരു സ്വീപ് ഷോട്ട് കളിച്ചു. പന്ത് മിന്നൽ വേഗത്തിൽ അതിർത്തി കടന്നതോടെ റൺ വരൾച്ച അവസാനിക്കുകയും പഞ്ചാബിനുമേൽ വീണ്ടും സമ്മർദ്ദമേറുകയും ചെയ്തു. 18ാമത്തെ ഓവറിൽ വേഗതയുടെ രാജാവായ ലോക്കി ഫെർഗൂസൺ തിരികെയെത്തി. മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗത്തിൽ ബാറ്റർമാരെ ഭയപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്നാൽ മറുവശത്ത് ക്ലാസൻ തന്റെ അനുഭവസമ്പത്ത് കാട്ടി പന്തിന്റെ വേഗത ദിശ മാറ്റിവെച്ചു. പുല്ലിപ്പുലിയുടെ വേഗത്തിൽ വിക്കറ്റുകൾക്കിടയിലൂടെ ഓടി 2 റൺസ് നേടി ക്ലാസൻ വെറും 37 പന്തിൽ തന്റെ തകർപ്പൻ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. ഇതിനുശേഷം ക്ലാസൻ കൂടുതൽ അപകടകാരിയായി. ഇതേ ഓവറിലെ അവസാന പന്തിൽ ഫെർഗൂസന്റെ ഒരു സ്ലോ ബോൾ മുൻകൂട്ടി കണ്ട നിതീഷ് ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തി ഡീപ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ പടുകൂറ്റൻ സിക്സർ പറത്തിയപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ആർത്തുവിളിച്ചു. 19ാമത്തെ ഓവറിൽ പഞ്ചാബിന്റെ വിശ്വസ്ത ബൌളറായ അർഷ്ദീപ് സിംഗ് എത്തി. അർഷ്ദീപ് മികച്ച രീതിയിൽ പന്തെറിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഫുൾ ആൻഡ് വൈഡ് പന്തിൽ നിലനീട്ടി ബന്ധിത്നിതേ മകത്തിൽ ബാറ്റിന്റെ മുഖം തുറന്ന് ബാക്ക്വേർഡ് പോയിന്റിനും ഷോർട്ട് തേർഡ് മാനിനുമിടയിലുള്ള നേരിയ വിടവിലൂടെ നിതീഷ് അവിശ്വസനീയമായ ഒരു ബൌണ്ടറി നേടി. എങ്കിലും കൃത്യമായ യോർക്കറുകളും ലോ ഫുൾ ടോസുകളുമൊക്കെ ഉപയോഗിച്ച് ആ ഓവറിൽ 11 റൺസ് മാത്രമാണ് അർഷ്ദീപ് വിട്ടുകൊടുത്തത്. റൺമഴ തടയാനുള്ള അദ്ദേഹത്തിന്റെ ധീരമായ ശ്രമമായിരുന്നു അത്. നാടകീയതയുടെയും ആവേശത്തിന്റെയും കൊടുമുടിയിൽ നിൽക്കെ 20ാമത്തെ അവസാന ഓവർ എറിയാനെത്തിയത് വിജയ്കുമാർ വൈശാഖാണ്. 3ാമത്തെ പന്തിൽ വൈശാഖിന്റെ സ്ലോട്ടിൽ വന്ന പന്തിനെ ലോങ് ഓഫിന് മുകളിലൂടെ 91 മീറ്റർ അകലെയുള്ള സ്റ്റാൻസിലേക്ക് ക്ലാസൻ പറത്തിവിട്ടു. തൊട്ടടുത്ത പന്തിൽ ഓഫ് സ്റ്റംപിലേക്ക് മാറി ഫൈൻ ലെഗിലൂടെ മനോഹരമായ ഒരു ഫോറും അദ്ദേഹം നേടി. എന്നാൽ അവസാന പന്തിൽ വൈശാഖ് തന്റെ ടീമിന് വലിയൊരു ആശ്വാസം നൽകി. മറ്റൊരു മമ്പൻ ഷോട്ടിന് ശ്രമിച്ച ക്ലാസന്റെ ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി വായുവിലേക്ക് ഉയർന്ന പന്ത് മാർക്കോ ജാൻസൺ സുരക്ഷിതമായി കൈപ്പിടിയിലൊതുക്കി. 43 പന്തിൽ 3 ഫോറുകളും 4 പടുകൂറ്റൻ സിക്സറുകളുമടക്കം 69 റൺസെടുത്ത ക്ലാസന്റെ അവിസ്മരണീയമായ ഇന്നിംഗ്സ് അവിടെ അവസാനിച്ചു.
നിശ്ചിത 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്കോർ ബോർഡിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 235 റൺസ് എന്ന അമ്പരപ്പിക്കുന്നതും ഏതാണ്ട് അസാധ്യവുമായ സ്കോർ പടുത്തുയർത്തിയിരുന്നു. എന്നാൽ 235 റൺസ് എന്ന പടുകൂറ്റൻ വിജയലക്ഷ്യം പിന്തുടരാൻ ഇറങ്ങിയ പഞ്ചാബ് കിങ്സിന് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് മിയാപൂർ സ്റ്റേഡിയം കണ്ടത്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ നായകൻ പാറ്റ് കമ്മിൻസിന്റെ ബുദ്ധിപരമായ നീക്കങ്ങൾക്കും തന്ത്രങ്ങൾക്കും മുന്നിൽ പഞ്ചാബ് ബാറ്റർമാർക്ക് ഉത്തരം മുട്ടി. ഇന്നിംഗ്സിലെ ആദ്യ ഓവർ എറിയാനെത്തിയത് ക്യാപ്റ്റൻ കമ്മിൻസ് തന്നെയായിരുന്നു. തന്റെ മാസ്റ്റർ ബ്രെയിൻ ഉപയോഗിച്ച് അദ്ദേഹം മിഡ് ഓൺ ഫീൽഡറെ പിന്നിലേക്ക് നിർത്തി ഒരു തന്ത്രമൊരുക്കി. ഈ തന്ത്രം മനസ്സിലാക്കാതെ കമ്മിൻസിന്റെ ഷോർട്ട് പിച്ച് പന്തിൽ കൂറ്റനടിക്ക് ശ്രമിച്ച ഓപ്പണർ പ്രിയാൻ ചാരിയയ്ക്ക് പിഴച്ചു. പന്ത് നേരെ ഡീപ് സ്ക്വയർ ലെഗിൽ നിന്ന് ഈശാൻ മലിംഗയുടെ കൈകളിൽ ഒതുങ്ങുമ്പോൾ ആര്യ വെറും 1 റൺസുമായി മടങ്ങി. കമ്മിൻസിന്റെ കുറ്റമറ്റ ക്യാപ്റ്റൻസി അവിടെ കൃത്യമായി പ്രകടമായിരുന്നു. രണ്ടാമത്തെ ഓവറിൽ യുവതാരം നിതീഷ് റെഡ്ഡി പന്തെറിയാനെത്തി. ആദ്യ പന്തിൽ തന്നെ പ്രഭ് സിമ്രാൻ സിംഗിനെ കബളിപ്പിച്ച നിതീഷ് ബാറ്ററി കൊണ്ട് പന്ത് കവറിലേക്ക് ഉയർത്തിയടുപ്പിച്ചു. അവിടെ പിന്നിലേക്കോടി നായകൻ പാറ്റ് കമ്മിൻസ് എടുത്ത ആ വിസ്മയകരമായ ക്യാച്ച് സ്റ്റേഡിയത്തെ ഒന്നടങ്കം ഇളക്കിമറിച്ചു. വെറും 3 റൺസ് എടുത്ത് പ്രഭ് സിമ്രാനും മടങ്ങിയതോടെ പഞ്ചാബ് ശരിക്കും വിറച്ചു. എന്നാൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ക്രീസിലെത്തി ഒരു മികച്ച ബൗണ്ടറിയോടെ അക്കൗണ്ട് തുടങ്ങി. കൂപ്പർ കൊണോലിയും അയ്യരും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതാണ് പിന്നീട് കണ്ടത്. 3-ാം ഓവറിൽ കമ്മിൻസിനെതിരെ കൊണോലി ഒരു ബൗണ്ടറിയും ഒരു ഫ്രീ ഹിറ്റിൽ അതിമനോഹരമായ സിക്സറും പറത്തി പഞ്ചാബിന് നേരിയ പ്രതീക്ഷ നൽകി. എന്നാൽ 4-ാം ഓവറിൽ ഈശാൻ മലിംഗയെ കൊണ്ടുവന്ന കമ്മിൻസിന്റെ തീരുമാനം വീണ്ടും ഫലം കണ്ടു. മലിംഗയുടെ ഓഫ് കട്ടറിൽ പൂർണ്ണമായും വഞ്ചിതനായ ശ്രേയസ് അയ്യർ പന്ത് വായുവിലേക്ക് ഉയർത്തിയടിച്ചു. ഇത്തവണയും മിഡ് ഓഫിൽ യാതൊരു പിഴവുമില്ലാതെ കാത്തുനിന്നത് സാക്ഷാൽ പാറ്റ് കമ്മിൻസ്. ക്യാപ്റ്റൻ അയ്യർ വെറും 3 റൺസിന് പുറത്തായതോടെ പഞ്ചാബ് പതറി. തുടർന്നെത്തിയ മാർക്കസ് സ്റ്റോയിനിസ് ഒരു കൊടുങ്കാറ്റായി മാറുന്നതാണ് പിന്നീട് കണ്ടത്. സാക്കിബ് ഹുസൈൻ എറിഞ്ഞ 5-ാം ഓവറിൽ സ്റ്റോയിനിസ് സംഹാര താണ്ഡവമാടി. ഒരു നോ ബോൾ ഉൾപ്പെടെ ആ ഓവറിൽ ബൗണ്ടറികളും സിക്സറുകളും മൈതാനത്തിന്റെ അതിർത്തി കടന്നു. പവർ പ്ലേയുടെ അവസാന ഓവറിൽ മലിംഗയ്ക്കെതിരെ കൊണോലിയും തുടർച്ചയായി 2 ബൗണ്ടറികൾ നേടിയതോടെ പഞ്ചാബ് മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചുവരുമെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ 7-ാം ഓവറിൽ കമ്മിൻസ് തന്റെ വജ്രായുധമായ സ്പിന്നർ ശിവാങ് കുമാറിനെ പന്തേൽപ്പിച്ചു. ആദ്യ പന്തുകളിൽ ബൗണ്ടറി നേടിയ സ്റ്റോയിനിസിനെ ശിവാങ് ഒരു തകർപ്പൻ ഗൂഗിളിയിലൂടെ കുടുക്കി. വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ 2 തവണത്തെ ശ്രമത്തിനൊടുവിൽ ആ ക്യാച്ച് കൈപ്പിടിയിലൊതുക്കുമ്പോൾ 14 പന്തിൽ 3 ഫോറും 2 സിക്സറും അടക്കം 28 റൺസ് എടുത്ത സ്റ്റോയിനിസ് നിരാശയോടെ മടങ്ങി. പഞ്ചാബിന്റെ അവസാന പ്രതീക്ഷയും അവിടെ അസ്തമിച്ചു തുടങ്ങിയിരുന്നു. മത്സരം കൈവിട്ടു പോകുന്ന അവസ്ഥയിലും കൂപ്പർ കൊണോലിയും സൂര്യൻ ഷെഡ്ഗെയും പൊരുതി നോക്കി. 10-ാം ഓവറിൽ ഹർഷ് ദുബെയെ തുടർച്ചയായി 2 തവണ കൊണോലി സിക്സറിന് പറത്തി. 11-ാം ഓവറിൽ ഷെഡ്ഗെ ശിവാങ് കുമാറിനെതിരെ അതിവിദൂരത്തേക്ക് ഒരു കൂറ്റൻ സിക്സറും അതിനു പിന്നാലെ ഒരു ബൗണ്ടറിയും നേടി. ആ ബൗണ്ടറി തടയുന്നതിൽ ലോങ് ഓഫിൽ അഭിഷേക് ശർമ്മ വരുത്തിയ പിഴവ് നായകൻ കമ്മിൻസിനെയും ബൌളറെയും അസ്വസ്ഥരാക്കി. വൈകാതെ ഷെഡ്ഗെ ഒരു സിക്സർ കൂടി പറത്തിയതോടെ ഹൈദരാബാദ് ക്യാമ്പിൽ ചെറിയൊരു ആശങ്ക പരന്നു. 2 ഓവറിൽ 35 റൺസ് പിറന്നപ്പോൾ നായകൻ കമ്മിൻസ് വീണ്ടും പന്തെറിയാനെത്തി. സ്ലോ ബോൾ ഓഫ് കട്ടറിലൂടെ കമ്മിൻസ് ഷെഡ്ഗയെ ഡീപ് മിഡ് വിക്കറ്റിൽ അഭിഷേക് ശർമ്മയുടെ കൈകളിലെത്തിച്ചു. മുൻപ് വരുത്തിയ പിഴവിന് പ്രായശ്ചിത്തമെന്നോണം അഭിഷേക് മുന്നോട്ട് സ്ലൈഡ് ചെയ്ത് ആ ക്യാച്ച് അതിഗംഭീരമായി എടുത്തു. തുടർന്ന് സാക്കിബ് ഹുസൈന്റെ ഓവറിൽ ശശാങ്ക് സിംഗും മടങ്ങി. നിതീഷ് റെഡ്ഡിയുടെ കൈകളിൽ തട്ടിത്തെറിച്ച പന്ത് അദ്ദേഹം തന്നെ അതിവിദഗ്ധമായി പിടിച്ചെടുത്തപ്പോൾ കമ്മിൻസിന്റെ ചുണ്ടിൽ ഒരു വശ്യമായ വിജയച്ചിരി വിടർന്നു. വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നെങ്കിലും കൂപ്പർ കൊണോലി തന്റെ ഒറ്റയാൾ പോരാട്ടം തുടർന്നു. 14-ാം ഓവറിൽ ഈശാൻ മലിംഗയുടെ പന്തിൽ 2 റൺസ് ഓടിയെടുത്ത് അദ്ദേഹം തന്റെ ആവേശകരമായ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. എന്നാൽ ആ പന്ത് ഫീൽഡ് ചെയ്യുന്നതിനിടയിൽ പരിക്കേറ്റ യുവതാരം നിതീഷ് റെഡ്ഡിക്ക് മൈതാനം വിടേണ്ടി വന്നത് ചെറിയൊരു നൊമ്പരമായി. 14.4-ാം ഓവറിൽ സാക്കിബ് ഹുസൈൻ കൊണോലിയുടെ ഒരു ക്യാച്ച് കൈവിട്ടെങ്കിലും അത് കളിയുടെ ഗതിയെ ബാധിച്ചില്ല. അങ്ങനെ 18 ഓവറുകൾ പിന്നിടുമ്പോൾ പഞ്ചാബ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 268 റൺസ് എന്ന പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. ശേഷിക്കുന്ന ചുരുങ്ങിയ പന്തുകൾക്കുള്ളിൽ റൺസ് മല പോലെ ഉയർന്നതോടെ പഞ്ചാബിന്റെ പോരാട്ടവീര്യം പൂർണ്ണമായും അസ്തമിച്ചു. ലഭ്യമായ പന്തുകൾക്കുള്ളിൽ ആവശ്യമായ റൺസ് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ മിയാപൂരിലെ ആ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒരു ആധികാരികവും അവിസ്മരണീയമായ വിജയം സ്വന്തമാക്കി. നായകൻ പാറ്റ് കമ്മിൻസിന്റെ അതിബുദ്ധിപരമായ ക്യാപ്റ്റൻസിയും ഹൈദരാബാദ് ബൌളർമാരുടെ കൃത്യതയാർന്ന പ്രകടനവും പഞ്ചാബിന്റെ പ്രതീക്ഷകളെ അക്ഷരാർത്ഥത്തിൽ തവിടുപൊടിയാക്കി. ഓറഞ്ച് ആർമിയുടെ ആവേശ തിരമാലകളിൽ മുങ്ങി ഈ ചരിത്ര വിജയം പാറ്റ് കമ്മിൻസിന്റെയും സംഘത്തിന്റെയും കിരീടത്തിൽ മറ്റൊരു പൊൻതൂവലായി തിളങ്ങി നിൽക്കുകയാണ്. എന്തായാലും ഈ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.